ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എൻ്റെ പേര് നികിത. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ആദ്യമായി അമ്മയെ കാണാൻ പോയത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. എനിക്ക് വേദന വന്നാൽ ഞാൻ ഉടനെ അമ്മയെ വിളിക്കും. അപ്പോൾ അമ്മ പവർ തരും. അപ്പോൾ എൻ്റെ വേദന കുറയും. എൻ്റെ പരീക്ഷകളിൽ ഞാൻ രാവിലെ അമ്മേനെ വിളിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ആ ദിവസം ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കും. നവചകന്മ, നീം ചക്ക എന്ന മന്ത്രങ്ങൾ അമ്മയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു ദിവസം എനിക്ക് ഭയങ്കരമായി വയറുവേദന വന്നു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ മന്ത്രം തന്നു. അപ്പോൾ എൻ്റെ കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് എൻ്റെ വയറുവേദന പോയി. ഒരു പരീക്ഷയ്ക്ക് എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അമ്മയടുത്ത് ചോദിച്ചു പരീക്ഷയ്ക്ക് പോകണോ വേണ്ടേ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു പോയി എഴുതാൻ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ എനിക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റി. എനിക്ക് നല്ല മാർക്കും കിട്ടി ആ എക്സാമിന്. അമ്മ എനിക്ക് ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നീം ചക്ക, നവചകന്മ, കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി, കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടിക കുമ്പിടുന്നേ, പഠിച്ചതൊന്നും മറക്കാതിരിപ്പാൻ വരപ്രസാദം തരികൻ്റെ തായേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഉടനെ അമ്മയെ വിളിക്കും. അപ്പോൾ അമ്മ അത് നേരെയാക്കി തരും. എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം ഞാൻ എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.